ആദ്യമായിട്ടാ ഇങ്ങനത്തെ വണ്ടിയെ കയറുന്നത്. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ വണ്ടിയെ കയറുന്നത്. ഇതുവരെ ഇങ്ങനത്തെ വണ്ടിയെ കയറി. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൈസൂർ സ്റ്റേ ചെയ്ത സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഒരു അങ്കിളിൻ്റെ വീട്. അപ്പോൾ അങ്കിൾ നമ്മുടെ റൂമിൽ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. നമ്മളത് ലാസ്റ്റ് ഡേ ആണ് മൈസൂരത്തെ. അപ്പോൾ വീടൊന്ന് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് വീട്ടിലോട്ട് ക്ഷണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകുവാണ്. ഇന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ഫ്രണ്ട് സ്കൂളിൽ പോയി ക്ലാസ് ഉണ്ട്. എല്ലാം ಇಂಗ್ಲಿಷ್ ಫುಲ್ ಮರೆಯ ಇಲ್ಲ 6 ವರ್ಷದಿಂದ ಬಂದಾಗ ನೀಟಾಗಿ ಹಿಂದಿ ಮಾತಾಡ್ತಿರೋರು. കുറച്ചു നേരം ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ പതുക്കെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊരു ഗിഫ്റ്റായിട്ട് അവർ കുറച്ച് ഡ്രസ്സ് തന്നായിരുന്നു. അന്നൂനും എനിക്കും വൈഫിനും എല്ലാം നമുക്ക് ഡ്രസ്സ് തന്നായിരുന്നു. അത് അവിടുത്തെ ഒരു ചടങ്ങായിരുന്നു. ശരിക്കും നമ്മൾ സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൈസൂർ ആര് ചെന്നാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ സെന്റ് ഫിലോമിനാസ് ചർച്ച്. ചർച്ചല്ലേ പെട്ടെന്ന് കയറിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ചർച്ചിലെത്തിയിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഏറ്റവും ഉയരം കൂടിയതിൽ 2ാമത്തെ സ്ഥാനം ഈ ചർച്ചിനാണ്. ഈ പള്ളിയുടെ പണി പൂർത്തിയായത് 1941-ലാണ്. സെന്റ് ഫിലോമിനയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. സെന്റ് ഫിലോമിനയുടെ ഒരു വെണ്ണക്കൽ ശില്പം നമുക്ക് പള്ളിയുടെ മുൻപിൽ തന്നെ കാണാം. സെന്റ് ഫിലോമിനയുടെ ചരിത്രങ്ങൾ ധാരാളം പറയുവാനുണ്ട്. ഗ്രീസിലെ രാജാവിൻ്റെ കല്യാണാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് അദ്ദേഹം പല വഴിയിൽ സെന്റ് ഫിലോമിനയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും സെന്റ് ഫിലോമിന ദൈവവിളി കിട്ടിയ കുട്ടിയായിരുന്നതുകൊണ്ട് രാജാവിൻ്റെ ആ വിവാഹ അഭ്യർത്ഥന നിരസിക്കേണ്ടി വന്നു. രാജാവ് പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും സെന്റ് ഫിലോമിന ആ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു. അതേ തുടർന്ന് രാജാവ് ശിരച്ഛേദം ചെയ്യുകയും സെന്റ് ഫിലോമിനയുടെ മരണാനന്തരം പിന്നീട് വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സെന്റ് ഫിലോമിനയായി മാറിയത്. വിക്ടോറിയൻ ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ഡാലിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. ആരാധന നടത്തുന്ന പള്ളിയാണെങ്കിലും വളരെയധികം ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഒട്ടനവധി ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ ധാരാളം പേർ വന്നു ചേരുന്ന ഒരു പള്ളിയാണ്. കുറച്ച് സമയം നമുക്ക് കുറവായിരുന്നതിനാൽ പള്ളിയിൽ അധിക നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രെയിൻ ടൈം ആയതുകൊണ്ട് ഉടനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അങ്കിളിൻ്റെ മക്കളായ ജീവനും വൈഫും നമ്മുടെ കൂടെ സ്റ്റേഷനിൽ വന്നിരുന്നു നമ്മളെ ആക്കാൻ വേണ്ടി. അങ്ങനെ അവർക്ക് ബൈ പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നു. മൈസൂരിൽ വന്ന് നമുക്ക് ഒട്ടനവധി നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ സാധിച്ചു. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണിക്കുന്നത്. പുള്ളിക്ക് ട്രെയിനിൽ കയറി യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് വേറെ അധികം സ്ഥലങ്ങളിലൊന്നും പോകാനായിട്ടുള്ള ടൈമില്ലായിരുന്നു. എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. അന്നു ഇവിടെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ പാട്ടൊന്നും ഇടാത്തത്. പുള്ളി ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.